ഗുരുദർശന വിചാര കേന്ദ്രത്തിൻ്റെ ആത്മോപദേശ ശതക പാരായണ മാസാചരണം ഇന്ന് 5-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. 5-ാം ദിവസം നാം പാരായണം ചെയ്യാൻ പോകുന്ന ഭാഗം പണ്ഡിതാഗ്രേസരനായ സുകുമാർ അഴീക്കോട് ഈ പാരായണം ചെയ്യാൻ പോകുന്ന ഭാഗത്തെ അപരോപനിഷത്ത് എന്നാണ് വിളിച്ചത്. അതുകൊണ്ട് പ്രിയ സഖാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മിലെല്ലാം ഉണ്ടാകേണ്ട ഒരു വലിയ ഗുണം സഖാത്വം എന്ന അത്ഭുതമാണ്, സാഹോദാര്യമെന്ന അത്ഭുതമാണ്, അപരത്വം എന്ന അത്ഭുതമാണ്. അപരത്വം ഉണ്ടാകുമ്പോഴാണ്, നമ്മിലുണ്ടാകുമ്പോഴാണ് ഈശ്വരൻ നമുക്ക് മുന്നിൽ വന്ന് നമ്മെ നോക്കി അതിമനോഹരമായി പുഞ്ചിരിക്കുന്നത് എന്ന് സൂചിപ്പിച്ചിട്ട് ആത്മോപദേശ ശതക പാരായണ മാസാചരണത്തിൻ്റെ 5-ാം ദിവസമായ ഇന്ന് 20-ാം ഖണ്ഡത്തിലേക്ക് കൊണ്ടുപോയി ഇന്നലെ അവസാനിപ്പിച്ചിടത്ത് നിന്നും അതും കൂട്ടി ഇതിനെയും ഉൾക്കൊള്ളണം എന്ന അഭ്യർത്ഥനയിലാണ് ഇന്നത്തെ പാരായണം. പ്രിയമൊരു ജാതീതൻ പ്രിയം ത്വദീയ പ്രിയം അപരപ്രിയം എന്നനേകമായി പ്രതിവിഷയം പ്രതി വന്നിടും ഭ്രമം തൻ പ്രിയം അപരപ്രിയമെന്നറിഞ്ഞിടേണം. അപരനെ കാണുമ്പോഴുണ്ടാകുന്ന ഭ്രമം, പ്രിയത്വം കൊണ്ടുണ്ടാകുന്ന ഭ്രമം, അതെല്ലാം മാറി അപരനോടുള്ള പ്രിയം സ്വന്തം പ്രിയമായി മാറുമ്പോഴാണ് പ്രിയമെന്ന വാക്ക് അന്വർത്ഥമാകുന്നത് എന്ന് ഗുരുസ്വാമികൾ പറഞ്ഞിരിക്കുന്നു. 22-ാം ഖണ്ഡത്തിൽ ഇതുതന്നെ ആവർത്തിക്കുകയാണ് ഗുരുസ്വാമികൾ. പ്രിയം അപരൻ്റെ അതൻ പ്രിയം സ്വകീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാകും. നയമതിനാലെ നരന്നു നന്മ നൽകും ക്രിയം അപരപ്രിയ ഹേതുവായി വരേണം. എന്ത് പ്രവൃത്തിയും അപരപ്രിയ ഹേതുവായി വരേണം. ഇതാണ് ഗുരുവിൻ്റെ താല്പര്യം. ഈ താല്പര്യം സംരക്ഷിക്കാൻ നമുക്ക് കഴിയാത്തിടത്തോളം ആത്മോപദേശ ശതക പാരായണം ആരും നടത്തുകയില്ല. അപരോപനിഷത്തിൻ്റെ 23-ാം ഖണ്ഡം അപരനു വേണ്ടി അഹർനിശം പ്രയത്നം ചെയ്യും കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണനധോ മുഖനായി കിടന്ന് ചെയ്യുന്നോരപജയ കർമ്മം. എന്താ അപജയ കർമ്മം? അവന് വേണ്ടി മാത്രം കൃപണൻ, കൃപയില്ലാത്തവൻ, അവന് വേണ്ടി ചെയ്യുന്ന ഏതൊരു കർമ്മവും അപജയ കർമ്മമാണ്. അവൻ അധോമുഖനായി കിടന്നാണ് ചെയ്യുന്നത്. അതിന് അവനൊരു ഗുണവുമില്ല എന്നാണ് ഗുരുസ്വാമികൾ ഇവിടെ സൂചിപ്പിച്ചത്. നമുക്ക് 24-ാം ഖണ്ഡത്തിലേക്ക് പോകാം. ഇത് വളരെ പ്രസിദ്ധമായ ഒരു ഖണ്ഡമാണ്. കേൾക്കൂ. അവനിവനെന്നറിയുന്നതൊക്കെയും ഓർത്താൽ അവനീലാദിമമായൊരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിപ്പത് അപരന്റെ സുഖത്തിനായി വരേണം. ഇതിലെ 2-ാം ഖണ്ഡം പൂർവപക്ഷം വിട്ടിട്ട് ഉത്തരപക്ഷം. കേരളത്തിലെ എല്ലാ പ്രസംഗവേദികളിലും മതേതരത്വം പ്രസംഗിക്കുന്നവർ ഈ 2 വരികൾ എടുത്തു പറയും. എന്താ? അവനവനാത്മസുഖത്തിനാചരിപ്പത് അപരന്റെ സുഖത്തിനായി വരേണം. ഇതെല്ലാവരും പറയും. പക്ഷേ ആദ്യത്തെ പൂർവപക്ഷം ഉണ്ടല്ലോ, അതാരും പറയാറില്ല. സാരമില്ല. 25 പറവിനു ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധിയോർത്തിടേണം.
ഒരുവന് നല്ലതും മറ്റൊരുവന് അല്ലലും കൽപ്പിക്കുന്നത് ആത്മവിരോധി ഓർത്തിടേണം. പിന്നെയോ പരനു പരം പരിതാപമേ വിടുന്നോരി നരകാബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു. അന്യന് ഉപദ്രവം ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നയാൾ നരകാബ്ദിയിൽ എരിയുന്ന നരകത്തിൻ്റെ മഹാസമുദ്രത്തിൽ വീണ് നശിച്ചു പോകും ഈ ജീവിതത്തിൽ തന്നെ. അങ്ങ് സ്വർഗരാജ്യത്തിലല്ല കേട്ടോ, അവൻ്റെ നരകം ഈ ഭൂമിയിൽ തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. നരകത്തിൽ നിന്ന് കരകയറുവാനുള്ള വഴിയാണ്, വെളിച്ചമാണ്, ജീവനാണ്. നാരായണ ഗുരുസ്വാമികളുടെ ആത്മോദയ ശതകം എന്ന് സൂചിപ്പിച്ചിട്ട് ഇന്നത്തെ വർത്തമാനത്തിൽ നിന്ന് നാം പിന്തിരിയുന്നു. നാളെ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളുടെ പേരിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് യാത്ര പറഞ്ഞുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം.